കാരണം നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡാണ്. സാധാരണ ഒരു ദിവസം 40,000 മുതൽ 50,000 ചിന്തകൾ ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ചിന്തകളിലെ 90% നെഗറ്റീവായ ചിന്തകളാണ്. 10% ചിന്തകൾ മാത്രമേ പോസിറ്റീവ് ഉള്ളൂന്ന്. ഈ 90% ചിന്തകൾ തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതും മിനിഞ്ഞാന്ന് ചിന്തിച്ചതും അതിന് മുന്നത്തെ ദിവസം ചിന്തിച്ച ചിന്തകളാണ് നമ്മൾ ഓരോ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ ദിവസങ്ങളായി വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിന്തകളും ആശങ്കകളുമാണ് ഇന്നും നമ്മൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ആ ചിന്തകളുടെ ഭാരം പേറിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അതുകൊണ്ട് ആ ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാതെ നമ്മൾ രക്ഷപ്പെടുമോ? നമ്മുടെ മൈൻഡ് ബ്ലോക്ക് മാറുമോ? അനാവശ്യമായ ചിന്തകളെ നമ്മൾ മാറ്റിവെക്കുക. നമ്മുടെ ജീവിതത്തിൽ അത്തരം ചിന്തകൾക്ക് യാതൊരു തരത്തിലുള്ള ഇടയും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഞാനൊരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. മോമായ മോൻ്റെ പേരെന്താ? പ്രണവ് അല്ലേ? ഞാനൊരു വെള്ളത്തിൻ്റെ ബോട്ടിൽ പ്രണവനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, പ്രണവ് എന്ത് ചെയ്യണം? ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ പിടിക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണമൊന്നുമില്ലല്ലോ അല്ലേ? ജിമ്മിനൊക്കെ പോകണ്ടോ? ഇല്ല, പോകണം കേട്ടോ. കാരണം ജിമ്മിനൊക്കെ പോകേണ്ട പ്രായമാണ്. ഓക്കെ, ഈ സമയത്ത് ജിമ്മിന് പോയാലാണ് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ഉഷാറാവുള്ളൂ കേട്ടോ. നേരം ഇല്ലെങ്കിലും അതൊക്കെ ചെയ്യണം. പ്രണവിന് യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല ഉണ്ടോ? ഭാരം തോന്നിക്കുകയൊന്നുമില്ലല്ലോ? ഇല്ല, ആളൊക്കെയാണ്. ഇനി ഞാൻ പ്രണവിനോട് പറയണം, എൻ്റെ ക്ലാസ് കഴിയുന്ന വരെ പ്രണവ് ഇങ്ങനെ പിടിച്ച് നിൽക്ക് എന്ന് പറഞ്ഞാലോ? പറ്റില്ല. എന്താ കാരണം? കൈ കടയും അല്ലേ? പിടിക്ക് ഞാൻ പറയാണ്ട് എടുക്കാൻ പാടില്ല. പറ്റില്ല അല്ലേ? കൈ കടയും, സ്വാഭാവികമായിട്ട് കടയും. ആർക്കും പറ്റില്ല. എത്ര വലിയ ജിമ്മനാണെങ്കിലും പറ്റില്ല. ഇനി ഞാൻ പറയണ ഒരു ദിവസം മുഴുവൻ പിടിക്കാൻ പറഞ്ഞാലോ? ഒരിക്കലും സാധിക്കും. ഞാൻ പറയണം 10,000 രൂപ തരാം, ഈ ബോട്ടിൽ ഇന്നൊരു ദിവസം മുഴുവൻ പിടിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും ഏറ്റെടുക്കുമോ? പറ്റില്ല. നമ്മൾ കൈ കടഞ്ഞ് പൊട്ടിപ്പോകുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും അല്ലേ? ഓക്കെ, ഇതന്നെയാണ് ചിന്തകളുടെ കാര്യം അല്ലേ? ഏത് ചിന്തകളും കുറച്ച് സമയം നമുക്ക് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുമ്പോൾ മനസ്സിന് അത്ര പ്രശ്നങ്ങളുണ്ടാവില്ലേ? കുറച്ച് മിനിറ്റുകളോ മണിക്കൂറോ ആകുമ്പോൾ എന്തുണ്ടാവുക? മനസ്സിലൊരു കനം ഉണ്ടാവും അല്ലേ? 1-2 ദിവസം കഴിയുമ്പോൾ എന്താ? ആ കനം കൂടും. ആ കനം കൂടി 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 ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ട് മാറും. നിങ്ങൾ ആ സംഭവം ഒന്ന് ഇറക്കി വെച്ച് നോക്കൂ. ഒരു സ്ഥലത്തൊരു തീവണ്ടി അപകടം ഉണ്ടായി. നല്ല രീതിയിൽ പോകുന്ന തീവണ്ടിയാണ്. ആ തീവണ്ടിയാണ് മറിഞ്ഞു. തീവണ്ടി പറഞ്ഞ് കുറേ പേര് മരിച്ചു. അപ്പോൾ റെയിൽവേ എന്ത് ചെയ്തു? എൻക്വയറിക്ക് വെച്ചു. മരിച്ചതിൽ ഡ്രൈവർ മരിച്ചില്ലേ ഭാഗ്യത്തിന്. അപ്പോൾ റെയിൽവേ എൻക്വയറിക്ക് വന്നപ്പോൾ, ഇപ്പോൾ വിമാനാപകടമൊക്കെ ഉണ്ടായപ്പോൾ എൻക്വയറി വന്നില്ലേ? അതേപോലെ എൻക്വയറി വന്നു. എൻക്വയറി വന്നപ്പോൾ ട്രെയിൻ മറിയാൻ യാതൊരു കാരണവുമില്ല. ട്രെയിൻ ഫിറ്റ്നസ്സിൽ ഓക്കെയാണ്, പാളം ഓക്കെയാണ്, വേറെ തീവ്രവാദി ആക്രമണങ്ങളില്ല, അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളില്ല, കാലാവസ്ഥാ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ട്രെയിൻ മറിഞ്ഞു. അപ്പോൾ അവസാനം ലോക്കോ പൈലറ്റ് ഉണ്ട്, അതിൻ്റെ ട്രെയിൻ ഓടിക്കുന്ന ആൾ അല്ലേ, എൻജിൻ ഡ്രൈവർ ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ അധികാരികൾ വന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ട്രെയിൻ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ട്രെയിൻ പാളത്തിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരാളുടെ പാളത്തിന് മുന്നിൽ വന്ന് നിൽക്കണം. മുന്നിൽ വന്നിട്ട് അയാൾ എന്നെ നോക്കിയിട്ട് കുറേ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു, മോങ്ങോണ്ട് ആക്ഷൻ കാണിച്ചു, ധൈര്യം ഉണ്ട് എൻ്റെ മേത്ത് വന്ന് ഇടിക്കേ എന്നൊക്കെ അങ്ങനെ ആക്ഷൻ കാണിച്ചു. അപ്പോൾ അധികാരികൾ ചോദിച്ചു, ഇന്ന് അവൻ്റെ നെഞ്ചത്ത് കൂടെ കയറ്റണ്ടേ? അവനെ നെഞ്ചത്ത് കൂടെ കയറ്റി പോകണം. അതിന് വേണ്ടിയിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ആൾക്കാരെ എന്തിനു ബലി കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഞാൻ അതന്നെയാണ് നോക്കിയത്, പക്ഷേ അവൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ അവൻ അപ്പുറത്തെ പറമ്പിലേക്ക് ചാടി. അപ്പോൾ ഞാനെന്ത് ചെയ്തു? അവൻ്റെ നെഞ്ചത്ത് കയറ്റാൻ വേണ്ടി ഞാനും എന്ത് ചെയ്തു? തീവണ്ടി പറമ്പിലേക്ക് എടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ യാത്രയിൽ, നമ്മുടെ തീവണ്ടി യാത്രയിൽ നമ്മുടെ മിസ്ഗൈഡ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടാവും. പല്ലിടിച്ച് കാണിക്കും, ആക്ഷൻ കാണിക്കും, വെല്ലുവിളിക്കും. നമ്മൾ അവരെ പിന്നാലെ അവരുടെ നെഞ്ചത്തേക്ക് എടുക്കാൻ പോയി നമ്മുടെ യാത്ര തടസ്സപ്പെടുത്തണം. അതാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, നമ്മൾ ഒരിക്കലും എന്താവരുത്? ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോവുക. എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മളതിനെ നേരിടുമെന്നുള്ള ഇച്ഛാശക്തിയിൽ മുന്നോട്ട് പോയി നോക്കുമോ, ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ സംഭവിക്കാൻ സാധിക്കും.